നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൾ ഒരുക്കുന്ന കെണികൾക്കും ചതികൾക്കും പിന്നിൽ അവള് മാത്രല്ല ഉള്ളത്. അടുത്ത പ്ലാൻ ആലോചിക്കാൻ പോയതായിരിക്കും അവള്. യാതൊരു സംശയവും വേണ്ട. എന്റെ മണർകാടമ്മേ, ആറ്റുകാലമ്മേ, ആ ശല്യത്തെ ചെമ്പകമംഗലത്ത് നിന്ന് ഒഴിപ്പിച്ചു തരണേ. നിന്നെ ഞാൻ വഞ്ചിച്ചെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വൈശാഖേ. നിന്റെ നാടകങ്ങൾ എന്നോട് വേണ്ട. കാർത്തിയുമായിട്ട് ഡിവോഴ്സ് വേണ്ട. ചെമ്പകമംഗലത്ത് നിന്ന് പോവുകയും വേണ്ട. വൈശാഖേ, കോടാനുകോടി വില വരുന്ന ഉടവാളും വേണ്ട, കുഞ്ഞിനെയും വേണ്ട. കാർത്തിക്കിന്റെ ഭാര്യയായിട്ട് തുടർന്നാ മതി. എന്റെ ദൈവമേ, എന്തൊക്കെയാ നീ പറയുന്നേ? ഡ്രാമ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. വൈശാഖേ, മീനാക്ഷിയുടെ കണ്ണീര് കാണണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. നിനക്ക് മീനാക്ഷിയുടെ കണ്ണീര് കാണാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതം തോന്നിക്കണം. ഈ റിസ്കുകളെല്ലാം ഏറ്റെടുത്ത്, ഈ പഴികളെല്ലാം കേട്ട് ഞാൻ നിന്നെയും തട്ടിക്കൊണ്ട് ചെമ്പകമംഗലത്ത് നിന്ന് പോന്നത് നിന്നോടത്ത് ജീവിക്കാനാ. ഞാൻ പ്രേമിച്ച പെണ്ണെന്നെ ചതിക്കുകയാണെങ്കിൽ ചതിക്കുന്നവളെ തീർത്തിട്ട് ജയിലിലേക്ക് പോകുന്നത് തന്നെയാ നല്ലതെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. വൈശാഖേ, ഇതൊന്നും എന്റെ മാത്രം പ്ലാനുകളല്ല. നീ ഇന്ദ്രജ അമ്മായിയും കൂടെ പറഞ്ഞിട്ടാ ഞാൻ ഇതിനൊക്കെ തയ്യാറായത്. അതൊക്കെ ശരി തന്നെ. പക്ഷെ നിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ പെട്ടെന്ന് മാറി. നിന്റെ ലക്ഷ്യം എന്താന്ന് ഞാൻ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. മീനാക്ഷി കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും കാർത്തിയെ വിട്ടുകളെ നിനക്കിപ്പോ മനസ്സ് വരുന്നില്ല അല്ലേ? അവന്റെ ഭാര്യയായിട്ട് നിനക്ക് തുടർന്ന് ജീവിക്കണം. കള്ളു കുടിച്ചോണ്ട് നിനക്ക് ഭ്രാന്തായിരിക്ക. വെറുതെ പിച്ചും പേയും പറയല്ലേ. എനിക്ക് വളരെ കൃത്യമായ ചില പ്ലാനുകളുണ്ട്. അതനുസരിച്ച് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. എവിടെ പോകുന്നു? ഇനി നീ ഒരിടത്തേക്കേ പോകുന്നുള്ളൂ. ഞാൻ കുഴിച്ചിട്ട കുഴിയിലേക്ക്. നിന്റെ ശവസംസ്കാരം ഞാൻ ഒറ്റയ്ക്കങ്ങ് നടത്താൻ പോവുക. മാറി നിൽക്കി, എനിക്ക് പോണം. വെറുതെ വെക്കലടി. പരലോകത്തേക്ക് ഞാൻ തന്നെ നിന്നെ പറഞ്ഞയക്കാം. എനിക്ക് പോണം. എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിന്നെ ഏറ്റെടുത്തവനാ ഞാൻ. ഈ വഞ്ചന സഹിക്കില്ലടി. കരയില്ലേ. എന്തുവാ പാപ്പ ഇപ്പൊ തരാട്ടോ. ഇവളിത് എവിടെ പോയിരിക്കുക? ഇങ്ങനെ ഉത്തരവാദിത്വം സ്നേഹവും ഇല്ലാത്തൊരു സ്ത്രീ. കരയല്ലേ വാവേ. എന്താ മോളെ? കുഞ്ഞു വിശന്ന് പൊരിഞ്ഞ് കരയാമ്മേ. ആ മൈത്രിയാണെങ്കി ഇവിടെ എങ്ങും കാണാനുമില്ല. അവളിത് എവിടെ പോയിരിക്കുക? ആർക്കറിയാം? കുഞ്ഞിനെ വേണം എന്ന് പറയുന്നതല്ലാതെ കുഞ്ഞിനോട് എന്തെങ്കിലും സ്നേഹം അവക്കുണ്ടോ? അവൾ ഏതെങ്കിലും വഴിക്ക് പോട്ടെ. കുഞ്ഞിന് ടിൻപാല് കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ. മാത്രമല്ല, കുഞ്ഞിനെ നമ്മള് അവളിൽ നിന്ന് മാറ്റാൻ ഞാൻ കുപ്പിപ്പാല് കലക്കിക്കൊണ്ടുവരാം. എന്താ പ്രശ്നം? മോളെന്തിനാ കരയുന്നേ? അതിനെ വിശന്നിട്ടാന്നേ. ആ മൈഥിലി ഇവിടെ കാണാനുമില്ലേ? കാണാനില്ലേ? സന്തോഷമായി. അവൾ ഒരു പോക്ക് പോയതായിരിക്കും.
ഇവിടെ നിന്നാലേ ആരുടെയും കയ്യിൽ നിന്ന് പെടുമരണം മേടിച്ചു കിട്ടും നമുക്ക് നന്നായിട്ട് അറിയാം. അവൾ അങ്ങനെ പോവോ അമ്മായി? അത് ചുറ്റിയ പാമ്പല്ലേ, കടിക്കാതെ പോവോ? അവള് വെറുതെ വെല്ലുവിളിക്കുന്നേ മോളെ. ഉള്ളില് പേടി കാണും, അതുകൊണ്ടേ ചിലപ്പോ മുങ്ങിയതായിരിക്കും. അതൊന്നും അല്ല അമ്മായി. അവൾ ഒരുക്കുന്ന കെണികൾക്കും ചതികൾക്കും പിന്നിൽ അവള് മാത്രല്ല ഉള്ളത്. അടുത്ത പ്ലാൻ ആലോചിക്കാൻ പോയതായിരിക്കും അവള്, യാതൊരു സംശയവും വേണ്ട. എന്റെ മണർകാടമ്മേ, ആറ്റുകാലമ്മേ, ആ ശല്യത്തെ ചെമ്പകമംഗലത്ത് നിന്ന് ഒഴിപ്പിച്ചു തരണേ. ഓ അവിടെ ആരെങ്കിലും ഒന്ന് തല്ലി കൊല്ലണേ എന്റെ ദൈവങ്ങളെ. കരയാതെ മോളെ. ശ്ശോ. കണ്ടോ, എന്തെങ്കിലും വഴക്കുണ്ടോന്ന് നോക്ക്. കുപ്പിപ്പാല് കുടിച്ചിട്ടും കുഞ്ഞുറങ്ങിയില്ലേ? അതെ അമ്മേ, പാവം വിശന്നപ്പോ കരഞ്ഞു. പാലിന്റെ രുചി മാറിയപ്പോ ഒന്ന് അടഞ്ഞു. പകരം വേറെ പാല് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോ കിട്ടിയ പാല് കുടിച്ച് ഉറക്കമായി. കഷ്ടം. അതൊന്നും സാരമില്ല മോളെ. പ്രസവത്തോടെ അമ്മ മരിച്ചുപോയ എത്രയോ കുഞ്ഞുങ്ങൾ ഇതുപോലെ ടിൻപാല് കുടിച്ച് വളർന്നിട്ടുണ്ട്, ഇപ്പൊ വളരുന്നുണ്ട്. ആ ഡോക്ടർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് അത്ഭുതം. ആ പോട്ടെ, എങ്ങനെയാണെങ്കിലും മുലപ്പാല് കുടിക്കുന്നതിന്റെ ഗുണം ഏത് പാല് കുടിച്ചാലും കുട്ടികൾക്കുണ്ടാവില്ല. അതിനുള്ള ഭാഗ്യം വൈകുമോൾക്കുണ്ടായി, അങ്ങനെ അങ്ങ് കരുതിയാ മതി. ആ ഇനി മുതൽ ഇക്കാര്യത്തിൽ ആ വൃത്തികെട്ടവളുടെ സഹായം നമുക്ക് ആവശ്യമില്ലല്ലോ. അവളുടെ ഒരു ഭീഷണി ഈ തറവാട്ടിലേക്ക് കയറി വന്നൊരു ദുശകുനം അവള്. അവളെ ഏത് വിധേനയായാലും ഈ വീടിന് പുറത്താക്കണം. അതായിരിക്കണം ഇനി നമ്മുടെ ലക്ഷ്യം. അതിന് ഞാനൊരു പോംവഴി കണ്ടെത്തിയിട്ടുണ്ടമ്മേ. പോംവഴിയോ? എന്ത് പോംവഴി? അമ്മ ഒന്ന് പുറത്തേക്ക് പോയി നോക്കിയേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.